ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിൻ്റെ, അതായത് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ പാർക്കിംഗ്, നേരത്തെ ശബരിമല കാര്യങ്ങളൊക്കെ പറഞ്ഞു, പാർക്കിംഗ്, അതുപോലെ പിന്നെ കുടിവെള്ളം, പിന്നെ മറ്റ് ശുചിമുറികൾ, അങ്ങനെയുള്ള പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും ഭക്തജനങ്ങൾക്ക് പ്രാഥമിക സൗകര്യം നിർവഹിക്കാനുള്ള സൗകര്യം ഉറപ്പാക്കുന്ന പൊതുനയമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ ദാഹജലം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളനുസരിച്ച് ദർശനം നടത്തി അവർക്ക് വഴിപാട് കഴിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ക്രമീകരണങ്ങളുണ്ട് ഓരോന്നിനും. അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഓരോ ക്ഷേത്രത്തിനും ഉള്ള സൗകര്യങ്ങൾ വെച്ച് മെരുകപ്പെടുത്തി നിഷ്കർഷിച്ചിട്ടുണ്ട്. പ്രാഥമിക കൃത്യം നിർവഹിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ അത് ഓരോ സ്ഥലത്തും എല്ലാ ക്ഷേത്രങ്ങളിലും ഉറപ്പാക്കണമെന്ന് പറഞ്ഞ് ആ കാര്യങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ദർശനത്തിന് എത്തിത്തീരുന്ന ഒരാളിനും ബുദ്ധിമുട്ട് കൂടാതെ ദർശനം നടത്തി പോകാൻ കഴിയുന്ന രൂപത്തിലുള്ള പൊതുവീക്ഷണമാണ് ദേവസ്വം ബോർഡുകൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതനുസരിച്ച് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതാണ് പൊതുവിലുള്ള യാഥാർത്ഥ്യം. ഈ ചില ക്ഷേത്രങ്ങളിൽ ഈ അനധികൃതമായിട്ടുള്ള പല കയ്യേറ്റങ്ങളും, അതായത് പരിസരത്തുള്ള മറ്റ് വസ്തുവിൻ്റെ ഉടമകളെല്ലാം ഇത് കയ്യേറി വെച്ചിരിക്കുന്ന ചില പ്രശ്നങ്ങൾ പണ്ട് മുതൽക്കേ അതുണ്ട്. അപ്പോൾ അതിന് എതിരായിട്ട് ദേവസ്വം ബോർഡിന് എന്തെങ്കിലും? അതിനിപ്പോൾ ദേവസ്വം ബോർഡ് പല സ്ഥലത്തും നോട്ടീസ് കൊടുത്ത് അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനും ദേവസ്വം ബോർഡുകളുടെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കാനും ആവശ്യമായ തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലതിൽ കോടതിയിൽ കേസുണ്ട്, ചിലത് ഒത്തുതീർപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ജീവിതത്തിൽ വലിയ ഭക്തന്മാരായിരിക്കും അടുത്തു നിന്നുകൊണ്ട് ഈ പണി നടത്തുന്നത്. അതൊക്കെ കണ്ട് മനസ്സിലാക്കി അത്തരം ആളുകളെ അകറ്റാനും ദേവസ്വത്തിൻ്റെ ഭൂമി ദേവസ്വത്തിൻ്റെതാക്കി മാറ്റാനുമുള്ള നല്ല ശ്രമങ്ങൾ ഈ കാലഘട്ടത്തിൽ ബോർഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേത്ര കലകളെയും ആചാരങ്ങളെയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇതുപോലുള്ള ഇതിനെയൊക്കെ പ്രചരിപ്പിക്കാനും സംരക്ഷിക്കാനും ദേവസ്വം ബോർഡ് എന്തൊക്കെ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്? ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ തന്നെ ഒരു കലാക്ഷേത്രമുണ്ട്, ക്ഷേത്രകലാപീഠം. അവിടെ നിരവധി ആളുകളെ സംഗീതം പഠിപ്പിച്ചും വാദ്യകലകൾ പഠിപ്പിച്ചും അവരെ സമർത്ഥന്മാരാക്കി മാറ്റി ഇപ്പോൾ വിവിധ ക്ഷേത്രങ്ങളിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നെടുമങ്ങാടെല്ലാം ഇവിടെ വൈക്കത്തൊരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ നിലവിലുള്ള ക്ഷേത്രകലാപീഠങ്ങളൊക്കെ തന്നെ പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് പോവുകയും അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങളോടനുബന്ധിച്ച് വിവിധ വാദ്യമേളങ്ങൾ, അതൊരു കലയാണ്. മറ്റൊന്ന് ക്ഷേത്രകലകൾ തനതായി ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കാറുള്ള ഉടുക്കുകൊട്ടുകൾ, അതുപോലെ തന്നെ അവിടെ നടക്കുന്ന പഞ്ചവാദ്യം, അതിനകത്ത് ഇടയ്ക്കകൊട്ട്, ഇങ്ങനെയുള്ള കുറേയേറെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ചില മേളങ്ങൾ, തിമില, ഇത്തരം കാര്യങ്ങളെല്ലാം അതെല്ലാം തന്നെ ഇപ്പോഴും ഭംഗിയായി നടക്കുന്നുണ്ട്. ഇതിനു പുറമെ ക്ഷേത്രകലകൾക്ക് പുറമെ ക്ലാസിക്കൽ കലകൾ, ഇപ്പോൾ നല്ല ഡാൻസുകൾ, ഭരതനാട്യം, കഥകളി, ഇതൊക്കെ ക്ലാസിക്കൽ കലകളാണ്. അത് ഏറ്റവും ഭംഗിയായി നടക്കുന്ന ക്ഷേത്രങ്ങളിലാണ്. അതുപോലെ തന്നെ സമകാലീന സാമൂഹ്യ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നാടകമായിട്ടും മിമിക്രി ആയിട്ടും മോണോക്റ്റായിട്ടും കഥാപ്രസംഗമായിട്ടും നൃത്തനാടകമായിട്ടും ഒക്കെ നടക്കാറുണ്ട്. അതും യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ സമ്പന്നമായൊരു സാംസ്കാരിക രൂപം പരുവപ്പെടുത്തിയെടുക്കാൻ ക്ഷേത്രകലകളെയും ആചാരാനുഷ്ഠാന കലകളെയും ഒപ്പം സാമൂഹ്യ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന മറ്റ് കലകളെയും ഒക്കെ തന്നെ പ്രയോജനപ്പെടുത്തി ഉത്സവവേദികളിൽ അവതരിപ്പിച്ച് അത് ഭക്തജനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കൂട്ടം ആളുകൾ ആചാരാനുഷ്ഠാനം അനുസരിച്ചുള്ള ആത്മീയ നിർവൃത്തിക്ക് വേണ്ടിയാണ് വരുന്നതെങ്കിൽ മറ്റൊരു കൂട്ടർ വരുന്നത് ഇത്തരത്തിലുള്ള കലകൾ ആസ്വദിക്കാനും അതിൽ കൂടി മാനസികമായ സുഖം കണ്ടെത്താനും. അതുകൊണ്ട് തന്നെ ഈ കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന രംഗത്ത് എന്നും ക്ഷേത്രങ്ങൾ മുന്നിലായിരുന്നു. ഇന്നും ആ പാരമ്പര്യം തുടരുകയാണ്. പ്രകൃതി ദുരന്തങ്ങളും അതുപോലുള്ള ഈ ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ക്ഷേത്രത്തെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടോ? അതെല്ലാം ക്ഷേത്രങ്ങളെ മാത്രമല്ല നമ്മളെല്ലാ രംഗത്തെയും സഹായിക്കാൻ വേണ്ടിയും ഒരു ദുരന്തം ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും അതോടൊപ്പം തന്നെ ഓരോ സ്ഥലത്തും ഉള്ള ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും ജാഗ്രതാപൂർണമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ദുരന്ത കാലഘട്ടങ്ങളിൽ രംഗത്ത് വരാൻ NDRF ഉൾപ്പെടെ അത് കാലകൂട്ടി സംവിധാനങ്ങൾ ചെയ്യും. അത് ക്ഷേത്രങ്ങൾക്ക് ആ പരിഗണന കിട്ടാറുണ്ട്. എല്ലാവരെയും രൂപത്തിൽ സംരക്ഷിക്കുന്ന ഒരു വീക്ഷണമാണ് പുതിയ ഗവൺമെൻറ്റിനുള്ളത്. അത് ക്ഷേത്രക്കും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ക്ഷേത്രങ്ങളെ കൂടുതൽ ജനസൗഹൃദമാക്കാൻ പുതിയ എന്തെങ്കിലും കർമ്മ പദ്ധതികൾ ദേവസ്വം ബോർഡ് ഇപ്പോൾ ഞങ്ങൾ ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടി മുന്നോട്ട് വെച്ചിട്ടുള്ളതിൽ അഖിലലോക അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഈ ഓണത്തോടുകൂടി സംഘടിപ്പിക്കും. ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് ഒരുമിച്ച് പമ്പയിൽ സമ്മേളിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു അഖിലലോക അയ്യപ്പ സംഘവും ഓണത്തോടുകൂടി സംഘടിപ്പിക്കുക. അതൊരു പുതിയ ആകർഷകമായ പരിപാടിയാണ്. വിദേശത്ത് നിന്നെത്തുന്ന ആളുകൾക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത്, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക, അതിനുള്ള പശ്ചാത്തല സൗകര്യം ഒഴുക്കുക ആ രൂപത്തിലേക്ക്. അതേപോലെ തന്നെ വിവിധ ക്ഷേത്രങ്ങളിൽ
ഇന്ന് നിലവിലുള്ള സൗകര്യങ്ങൾ എന്തൊക്കെ വർദ്ധിപ്പിക്കണം എന്ന് ആലോചിക്കാൻ വേണ്ടി അവിടുത്തെ നിലവിലുള്ള ഉപദേശക സമിതിയും നിലവിലുള്ള കമ്മിറ്റികളും കൂടി ആലോചിച്ച് ഭാവി പ്രവർത്തനങ്ങൾക്ക് ചില രൂപവും ഭാവവും നൽകുന്നു. ഇപ്പോൾ ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിൽ ദർശനത്തിനെത്തുന്ന ആൾക്ക് മുഴുവൻ സമയവും ദർശനം ഉറപ്പാക്കാൻ കഴിയാത്ത സാഹചര്യം പശ്ചാത്തല വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലും തിരുനങ്കര ക്ഷേത്രത്തിലും അത്തരമുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ശ്രീവല്ലഭം ക്ഷേത്രത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. കാടാമ്പുഴ ക്ഷേത്രത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ക്ഷേത്രങ്ങളോട് ബന്ധിച്ച് ആതുര സേവന രംഗത്ത് അവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും ദുരന്തങ്ങളോ വിഷമങ്ങളോ ഉണ്ടായാൽ അവരെ ചികിത്സിക്കാൻ ആവശ്യമായ ആശുപത്രികൾക്ക് വരെ ഇതിനോടകം തന്നെ ഇപ്പോൾ ഗുരുവായൂർ 56 കോടി രൂപ മുടക്കി ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്കാൻ തറക്കല്ലിട്ടിട്ടുണ്ട്. കാടാമ്പുഴ ഒരെണ്ണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വിവിധ ക്ഷേത്രങ്ങൾ ഇങ്ങനെയുള്ള സൗകര്യം കൂടി ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പുതിയ തീരുമാനമെടുത്ത് ഞങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പിന്നെ കാടാമ്പുഴയാണോ എന്തോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം? എല്ലാം ഗുരുവായൂരുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനം. അവിടെ ശ്രീകൃഷ്ണ കോളേജ്, അവിടെ കോളേജുണ്ട്, ഹൈസ്കൂളുണ്ട്. അതോടൊപ്പം തന്നെ ആതുര സേവന രംഗത്തെ പ്രവർത്തനങ്ങൾ ഗുരുവായൂരുണ്ട്. ഈ തിരുവിതാംകൂർ ദേവസ്വം മുഴുവൻ കോളേജുണ്ട്, ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ആത്മീയ ചൈതന്യത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് വിശ്വാസി സമൂഹത്തെ ആനയിക്കുന്ന പോലെ തന്നെ ഭൗതിക ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ക്ഷേത്രങ്ങൾ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന പൊതുധാരണകൾ വളർത്തിയെടുത്തിട്ടുണ്ട്. ഈ മണ്ഡലകാലത്ത് നടക്കുന്ന വളരെ അതിവിശിഷ്ടമായിട്ടുള്ള ഒരു അവാർഡാണ് ഹരിവരാസനം അവാർഡ്. അപ്പോൾ അത് ഇത്രയും വർഷമായിട്ട് ആദ്യം പിന്നെ യേശുദാസിന് കൊടുത്തു, രണ്ടാമത് പി ജയചന്ദ്രൻ, അങ്ങനെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ളവർക്ക് പലർക്കും കിട്ടി. പക്ഷേ ഇതിൽ ഈ പിന്നെ അയ്യപ്പ ഭക്തിഗാനങ്ങൾ എഴുതിയ, അതായത് അതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അയ്യപ്പനെ കുറിച്ച് കൂടുതൽ പിന്നെ പ്രചരിപ്പിച്ചിട്ടുള്ളവർക്കാണ് ഈ പിന്നെ ഈ ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ലിസ്റ്റ് ഞങ്ങൾ എടുത്ത് നോക്കി. ഇപ്പോൾ ഏറ്റവും അവസാനം കൊടുത്തിട്ടുള്ളത് നമ്മുടെ കൈതപ്പുറം നാമോദരൻ നമ്പൂതിരിക്കാണ്. അദ്ദേഹം അയ്യപ്പനെ കുറിച്ചുള്ള ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്, അത് അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നല്ല മനോഹരമായ ക്ലാസിക്കൽ മ്യൂസിക്കുമായി മുന്നോട്ട് വന്നിട്ടുള്ള ആളും സംഗീത സംവിധായകനും അല്ലെങ്കിൽ ഓൾറൗണ്ടറാണ് ഇപ്പോൾ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. അപ്പോൾ അത് പരിഗണിച്ചാണ് ഈ പ്രാവശ്യം ജഡ്ജിങ് കമ്മിറ്റി അദ്ദേഹത്തെ ശുപാർശ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു. അതിനു മുമ്പ് നമ്മൾ കൊടുത്തിരുന്ന ഒന്ന് നമ്മുടെ ആലപ്പി രംഗനാഥന് കൊടുത്തു. അതിനു മുമ്പ് നമ്മുടെ ജയവിജയന്മാരിൽ ഏറ്റവും കൂടുതൽ അയ്യപ്പഗീതം പാടിയിട്ടുള്ള ആളെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു, ജയൻ്റെ അച്ഛന് കൊടുത്തിരുന്നു. അങ്ങനെ ഓരോ പുറകോട്ട് എടുത്തു കഴിഞ്ഞാൽ കെ എസ് ചിത്രയ്ക്ക് കൊടുത്തു, പിന്നെ യേശുദാസിന് കൊടുത്തു, ഏറ്റവും പ്രഗത്ഭരായ പ്രശസ്തരായ പ്രതിഭാശാലികളായ ഗാനാലാപനം നടത്തിയിട്ടുള്ള ആൾക്കും അയ്യപ്പ കീർത്തനം പാടിയിട്ടുള്ളവർക്കുമാണ് ഇതെല്ലാം കൊടുത്തിട്ടുള്ളത്. അതിൽ സംശയമൊന്നുമില്ല. ഗാനരചയിതാക്കൾ അതൊന്നും ഒഴിവാക്കുന്നു എന്നൊരു ഇല്ല. ഗാനരചയിതാക്കളും ആലാപനം കൂടെ ഉണ്ടല്ലോ, രണ്ടും വേണമല്ലോ. രചന മാത്രം കൊണ്ടായില്ല, രചന ഉള്ളത് അത് ആലപിച്ച് മറ്റുള്ളവരുടെ കർണപുടങ്ങളിൽ എത്തിക്കുന്നതാണല്ലോ ഏറ്റവും പ്രാഗൽഭ്യം. എപ്പോഴും ആളുകൾ ശ്രദ്ധിക്കുന്നത് രചന എടുക്കുന്നവർക്ക് ഇപ്പം നമ്മൾ പറയില്ലേ, വെല്ലവും വെച്ചാലും നല്ലോം വിളപ്പെടണം. അപ്പോൾ എന്തെങ്കിലും എഴുതി വെച്ചാലും നല്ല മനോഹരമായി ആലപിക്കുമ്പോഴല്ലേ അത് ആളുകളുടെ കർണപുടങ്ങളിലെത്തി ആ ഭക്തി നമുക്ക് തോന്നുന്ന രൂപത്തിലേക്ക് എത്തുക. ഇതുവരെ അത്തരത്തിലുള്ള ഗാനങ്ങൾ ആലപിച്ചും എഴുതിയും സംവിധാനം ചെയ്തും മുന്നോട്ട് വന്നുള്ളവർ നോക്കിയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. രചയിതാക്കൾ മാത്രം എന്ന രൂപത്തിൽ വേർതിരിച്ചെടുത്തിട്ടില്ല. അത്തരം കാര്യങ്ങൾ എടുക്കുമ്പോൾ അവരുടെ ഈ എഴുത്തുകാരുടെ എഴുത്തുകാരെ നോക്കുമ്പോൾ അവാർഡിന് പല ആളും ശുപാർശ, എൻ്റെ ഒരുപാട് ശുപാർശ വന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു, അവാർഡ് മാത്രം ശുപാർശ ചെയ്ത് വാങ്ങേണ്ടതല്ല. അത് ഒരു കമ്മിറ്റിക്ക് വിട്ടു കഴിഞ്ഞാൽ നാനാതരത്തിലുള്ള നോംസ് ഉണ്ട്. ആലാപനമുണ്ട്, സംഗീതമുണ്ട്, അതിലെ ആഴമുണ്ട്, അതിലെ ശബ്ദമാധുര്യമുണ്ട്. ഇങ്ങനെ നാനാതരത്തിലുള്ള നോംസിന് വിധേയമായത് പരിശോധിച്ചിട്ടാണ് അവാർഡ് തീരുമാനിക്കുക. ഇതുവരെ കൊടുത്തിട്ടുള്ള അവാർഡിനെ കുറിച്ചൊന്നും ആർക്കും ആക്ഷേപമില്ല. ഒരു അനർഹരാന്ന് പറഞ്ഞത് ശ്രീമാരൻ തമ്പി ഉൾപ്പെടെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇതുവരെ ആരും അറിയപ്പെടാതെ ഗാനം രചിക്കുന്നുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് അറിയത്തുള്ളൂ. ഇദ്ദേഹത്തിന് കാണും, പിന്നെ പറഞ്ഞു വരുത്തുമ്പോഴേ ആളുകൾ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഗാനരചയും കൊണ്ട് മാത്രം കൊടുക്കുന്നു എന്ന രൂപത്തിലേക്ക് നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മൾ ഈ കാര്യത്തിൽ നല്ല രൂപത്തിൽ എഴുതി വയ്ക്കുന്നതും എഴുതുന്നതും എഴുതാൻ കഴിയുന്നതും പാടാൻ കഴിയുന്നതുമായിട്ടുള്ള ആളുകളെയാണ് ഇതുവരെ പണിയടിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത്. RKG നെയ്യ്